നമസ്കാരം, ഭദ്രേ നാരായണ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടും നിങ്ങൾ വിഷമിക്കുകയാണോ? ഒരിടത്തും എത്താതെ മടുത്തിരിക്കുകയാണോ? ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാൻ എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ? എങ്കിൽ ലോകനാഥനായ ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് സമർപ്പിക്കേണ്ട ഫലം ഉറപ്പുള്ള ഒരൊറ്റ വഴിപാടിനെ കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടി ലഭിക്കാൻ ഈ വഴിപാട് നിങ്ങളെ സഹായിക്കും. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ കാലത്ത് നല്ലൊരു ജോലി നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നമുക്കറിയാം. എത്ര കഴിവുകൾ ഉണ്ടായിട്ടും എത്ര അഭിമുഖങ്ങൾ പങ്കെടുത്താലും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് ലഭിക്കാതെ വരുന്നു. പരിശ്രമം ഒരു ഭാഗത്ത്, ദൈവാനുഗ്രഹം മറുഭാഗത്ത്. ചില സമയങ്ങളിൽ നമുക്ക് ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം കൂടിയേ തീരൂ. ദുരിതമകറ്റുന്നവനാണ് ഗുരുവായൂരപ്പൻ. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ഉടൻ ഫലമുണ്ടാകുന്ന പുണ്യഭൂമിയാണ് ഗുരുവായൂർ. അവിടുത്തെ സന്നിധിയിൽ മനസ്സറിഞ്ഞ് ഒരു വഴിപാട് നടത്തിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഓർക്കുക, നമ്മൾ ഏതൊരു വഴിപാട് ചെയ്യുമ്പോഴും ആദ്യം വേണ്ടത് വിശ്വാസത്തോടുകൂടിയും ശുദ്ധിയോടുകൂടി വേണം ഓരോ പ്രാർത്ഥനയും വഴിപാടും ചെയ്യാൻ എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഗുരുവായൂരിൽ ഏറ്റവും ഫലപ്രദമെന്ന് കരുതുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, അഹസ് വഴിപാടാണ്. ഈ വഴിപാടാണ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമെന്ന് പറയപ്പെടുന്നത്. ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഇത്. ഭഗവാന്റെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു ദിവസത്തെ മുഴുവൻ വഴിപാടിനും പൂജകൾക്കും തുല്യമായ ഫലം നൽകുന്ന ഒരു വഴിപാടായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് അഹസ്സ വഴിപാട് നടത്തുന്നയാൾ ഒരു ദിവസത്തെ ഭഗവാന്റെ പൂജയിൽ പങ്കുചേരുന്നതിന്റെ പുണ്യം നേടുന്നു. അഹസ് എന്ന വാക്കിന് പകൽ അഥവാ ഒരു ദിവസം എന്നൊക്കെയാണ് അർത്ഥം. ഭഗവാന്റെ ഒരു ദിവസത്തെ വിശേഷാൽ പൂജകളിലും വഴിപാടുകളിലും പങ്കുചേരുന്നതിനെയാണ് ഈ വഴിപാട് സൂചിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പന് അർപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടുകളിൽ ഒന്നാണിത്. ജോലി ലഭിക്കാനും തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ മാറാനും അഹസ് വഴിപാട് ഉത്തമമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ ഒരു വഴിപാട് നല്ലതാണ്. ഭക്തൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന മറ്റ് കാര്യങ്ങൾ സാധിക്കാനും ഭഗവാന്റെ സമ്പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനും ഇത് നല്ലതാണ്. അഹസ് വഴിപാട് നടത്തുന്ന ഭക്തന് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പല നിവേദ്യങ്ങളും പ്രസാദമായി ലഭിക്കാറുണ്ട്. അപ്പം, പായസം, അട, ത്രിമധുരം, കളഭം, ആടിയ എണ്ണ, തിരുമുടിമാല എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. അഹസ് വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലോ വഴിപാട് കൗണ്ടറിലോ ഇതിനായിട്ടുള്ള ബുക്കിംഗ് നടത്താവുന്നതാണ്. നിലവിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായും ചിലപ്പോൾ ഈ വഴിപാട് ബുക്ക് ചെയ്യാൻ സാധിക്കും. വഴിപാട് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തേടുന്ന ഏതൊരാൾക്കും മനസ്സറിഞ്ഞ് സമർപ്പിക്കാവുന്ന ഒരു ശ്രേഷ്ഠമായ വഴിപാടാണ് അഹസ്. വഴിപാട് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് എൻ്റെ ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എനിക്ക് വേഗത്തിൽ ലഭിക്കണമേ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. വഴിപാടിനൊപ്പം നിങ്ങൾക്ക് ഭഗവാന്റെ ഇഷ്ടമന്ത്രങ്ങളായ ഹരേ കൃഷ്ണ മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ജപിക്കാം. വഴിപാടിന്റെ പ്രസാദം ലഭിച്ചാൽ അത് ഭക്തിയോടെ കഴിക്കുക. വീട്ടിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ടവരുമായി പങ്കിടുന്നതും നല്ലതാണ്. പ്രസാദം ഒരു കാരണവശാലും വെറുതെ കളയരുത്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്യുന്ന ഏതൊരാൾക്കും ശുഭവാർത്ത ഉടൻ തന്നെ തേടിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങളുമായും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഗുരുവായൂർ വഴിപാടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കമന്റിൽ ഹരേ കൃഷ്ണ എന്ന് എഴുതി രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ഭദ്രേ നാരായണ.